ശ്രീ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്കാരം. പണ്ടുള്ളവർ പറയും ജീവിക്കുന്നത് അരച്ചാൻ വയറിനു വേണ്ടിയാണെന്ന്. അതായത് അരച്ചാൻ വയറ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിശപ്പ് അകറ്റാനുള്ള മാർഗത്തെയാണ് പറയുന്നത്. അതിനായിട്ട് പണം അത്യാവശ്യം തന്നെയാണ്. സമ്പത്ത് എന്ന് പറയുന്ന കാര്യം മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ്. സാധാരണക്കാരാകുമ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നവരായിരിക്കും. കടം മേടിക്കേണ്ട സാഹചര്യങ്ങൾ അനവധി ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ചില സമയങ്ങളിൽ പറയാറില്ലേ, കഴുത്തു ധരിച്ച് കടങ്ങൾ ഉണ്ടാവലുണ്ടെന്ന്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ കടങ്ങളൊക്കെ വീട്ടുവാനായിട്ട് പ്രപഞ്ചശക്തി തന്ന ഒരു മുഹൂർത്തമാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത്. ഈ മൈത്രേയ മുഹൂർത്തത്തിൽ എത്ര തന്നെ രൂപയുടെ കടമുണ്ടെങ്കിലും ഒരു 5 രൂപയെങ്കിലും എടുത്ത് നിങ്ങൾ വെക്കേണ്ടതാണ്. നിങ്ങളുടെ കയ്യിൽ എത്ര മാറ്റി വയ്ക്കാൻ പറ്റുമോ ആ സമയത്ത്, അതായത് ഈ മൈത്രേയ മുഹൂർത്ത നേരത്ത് നിങ്ങൾ ഒരു കവറിൽ 5 രൂപയെങ്കിൽ 5 രൂപ, 50 രൂപയെങ്കിൽ 50 രൂപ എടുത്ത് വെക്കേണ്ടതാണ്. ഉണ്ടെങ്കിൽ ഒരു ബേ ലീഫും കൂടി ഇതിനോടൊപ്പം വെക്കേണ്ടതാണ്. കടങ്ങൾ തീർന്നു കിട്ടണം എന്ന് അതിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്നിട്ട് ഈ ബേ ലീഫും നമ്മൾ എത്രയാണോ രൂപ കടം തീർക്കാനായിട്ട് 1 രൂപയോ 5 രൂപയോ 50 രൂപയോ എത്രയായാലും അതും കൂടി ആയിട്ട് ആ കവറിലിട്ട് നിങ്ങൾ പ്രത്യേകമായി മാറ്റി വയ്ക്കണം. ഇത് നിങ്ങൾ മറ്റു ആവശ്യങ്ങൾക്കൊന്നും എടുക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കടം തീർക്കാനായിട്ട് കൊടുക്കേണ്ട തുക കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു മൈത്രേയ മുഹൂർത്ത നേരത്തെ ഇതുപോലെ കവറിലിട്ട് പൈസ വയ്ക്കുമ്പോൾ നമ്മൾക്ക് കഴുത്തു ധരിച്ച കടമുണ്ടെങ്കിലും ശരി, അത് എത്രയും വേഗം വീട്ടിൽ കിട്ടുവാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടും കൂടി ഇത് ചെയ്യണം. ഒരു 5 മിനിറ്റ് മാത്രം മതി ഇതിന് ചെലവാക്കേണ്ട സമയം. വിളക്ക് കത്തിക്കുകയോ പൂജയോ മറ്റു ഒന്നുമില്ല. അപ്പോൾ ഇതിനായിട്ടൊരു മുഹൂർത്ത സമയമുണ്ട്. അത് ഞാൻ ഇന്ന് വൈകുന്നേരം 3:54 മുതൽ 5:41 വരെയുള്ള സമയത്താണ് ഈ പ്രത്യേക മൈത്രേയ മുഹൂർത്തം വരുന്നത്. ഇതിൽ 4:30 മുതൽ 5:06 വരെയുള്ള സമയത്ത് പ്രത്യേക സമയമായി കണക്കാക്കി കവറിൽ പൈസയാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കടം എത്രയും വേഗം വീട്ടിൽ കിട്ടുന്നതാണ്. എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ കടങ്ങളെല്ലാം തീർന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.